എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കിൻ വൈറ്റനിങ് ചലഞ്ച് 10ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞു തരുന്നത് ഒരു വൈറ്റനിങ് പായ്ക്കാണ് കേട്ടോ. ഈ ഒരു പായ്ക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്കിൻ നന്നായിട്ട് നിറം വയ്ക്കും. അതുപോലെ തന്നെ നമുക്കൊരു ബ്ലീച്ചിങ്ങിൻ്റെ ഗുണം കിട്ടും കേട്ടോ. ബ്ലീച്ചിങ് ചെയ്യുക, അതായത് ഈ ഒരു പായ്ക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വേറെ അഡീഷണൽ ആയിട്ട് ബ്ലീച്ചൊന്നും നമ്മുടെ ഫേസിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പാടുകളൊക്കെ മാറ്റിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഈവൻ ടോൺ ആവാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായ്ക്കാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ പേര് ശ്രുതി എന്നാണ്. പുതിയതായിട്ട് ആരെങ്കിലും ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ട്. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താലാണ് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു ചാനലും കൂടി ഉണ്ട്. ആ ചാനലിൻ്റെ പേര് സ്റ്റിച്ച് ആൻഡ് സ്റ്റൈൽ ബൈ ശ്രുതി എന്നാണ്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ ആ ചാനലും കൂടി ഒന്ന് കണ്ടു നോക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പായ്ക്കിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെമൺ പീൽ പൗഡറാണ്. അപ്പോൾ അതില്ലാത്തവർക്ക് നമുക്കിത് നാരങ്ങ വാങ്ങിയിട്ട് അതിൻ്റെ പുറമേയുള്ള സ്കിൻ പതിയെ ഒന്ന് എന്താ പറയുക ചുരണ്ടി എടുക്കുക എന്നൊക്കെ പറയല്ലേ, അങ്ങനെ എടുത്തിട്ട് നമ്മളത് തണലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. അതിനുശേഷം നമുക്കത് പൊടിച്ചെടുത്താൽ മതി. അതിനകത്ത് എടുക്കാം. അല്ലാത്തവരെ ഇതുപോലെ ഓൺലൈനായിട്ട് വാങ്ങിക്കാം. ഇപ്പോൾ ഇത് 100 ഗ്രാമിൻ്റെ ഒരു പായ്ക്കാണ്. ഇതിന് 225 രൂപയാണ് മാക്സിമം റീറ്റെയിൽ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ ഒരു കലവറ എന്ന് തന്നെ പറയാം. ഇത് നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ഒരു 2 സ്പൂണാണ് എടുക്കുന്നത്. അപ്പോൾ ചെറിയൊരളവാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു എടുക്കുന്ന വെറും 2 കൂട്ടമുള്ളൂ. അതിൻ്റെ കൂടെ നമുക്ക് പിന്നെ മിക്സ് ചെയ്തെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പായ്ക്കെന്ന് പറയണത്. അപ്പോൾ അത് 2 സ്പൂൺ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് എടുക്കുമ്പം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതാ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ്. ഇനിയിപ്പോൾ കടലമാവ് ഇല്ലാത്തവർക്ക് നമ്മുടെ മുൾട്ടാണി മിട്ടി ഉണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല. കടലമാവാണ് കുറച്ചുകൂടി എഫക്റ്റ് കൂടുതൽ. അതായത് നമുക്ക് ഒന്നുകൂടി റിസൾട്ട് കിട്ടുന്നത് കടലമാവാണെന്ന് മാത്രം. അപ്പോൾ കടലമാവ് നമുക്കറിയില്ല നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാകുന്ന ഓയിലൊക്കെ അബ്സോർവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഈ പ്രായമാകും തോറും നമ്മുടെ സ്കിൻ നന്നായിട്ട് തൂങ്ങി വരില്ലേ, അതൊക്കെ മാറിയിട്ട് സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ 2 സ്പൂൺ ലെമൺ പീൽ പൗഡർ എടുക്കുമ്പം 2 സ്പൂൺ കടലമാവും കൂടി എടുക്കാം. അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിനകത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ആവശ്യത്തിനെടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. അതായത് മിക്സ് ചെയ്തെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ്. അതിപ്പം ഓയിലി സ്കിൻ ആണെങ്കിൽ നമുക്കിത് റോസ് വാട്ടർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ മുട്ടവെള്ള യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ നമുക്ക് ഹണി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ തൈര് യൂസ് ചെയ്യാം, പാല് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കിന്നിന് യോജിക്കുന്ന ഏത് ഇൻഗ്രീഡിയൻ്റ് ആണോ അത് ഉപയോഗിച്ച് നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു ടിന്നിനകത്തേക്ക് മാറ്റുവാണ് കേട്ടോ. പിന്നെ എൻ്റെ കൈ കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഞാനൊരു അതിക്രമം ചെയ്തതാണ്, വേറെ ഒന്നുമല്ല. മൈലാഞ്ചി ഇട്ടാണ്. നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ അതങ്ങ് പൊളിഞ്ഞു പോയല്ലേ. അപ്പോൾ അത് മൈലാഞ്ചി ആകുമ്പോൾ കുറച്ച് ദിവസം ഇരുന്നോളൂ എന്ന് ഞാൻ റെഡിമെയ്ഡ് മൈലാഞ്ചി വാങ്ങിച്ച് കയ്യിലിട്ടതാണ്. അപ്പം നഖത്തേലിട്ട് കഴിഞ്ഞപ്പോൾ ഇട്ടതിനേക്കാളും മെനകേടായിപ്പോയി. അപ്പോൾ പിന്നെ ഞാനത് കൈ മുഴുവൻ ഇട്ട് മുഴുവൻ കുളമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ലാസ്റ്റ്. ഇനിയിപ്പോൾ അതെന്ത് കാണിച്ച് പോകുമെന്നാണ് ഞാൻ വിചാരിക്കണേ. അങ്ങനെ ഒരു അവസ്ഥയായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നുമല്ല, മൈലാഞ്ചിയാണ് കേട്ടോ കൈ ഇച്ചിരി മെനകേടായിട്ട് ഇരിക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ടിന്നിനകത്തേക്ക് മാറ്റിയതിന് ശേഷം ബാലൻസ് ഉള്ളതാണ് കേട്ടോ. അതായത് ഏകദേശം ഒരു സ്പൂണോളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. ഏറ്റവും റിസൾട്ട് കിട്ടുന്നത് തൈരാണ്. പിന്നെ അത് പറ്റത്തില്ലാത്തവർ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതി. മുട്ടവെള്ളയും നല്ല എഫക്റ്റീവാണ് കേട്ടോ. അതുപോലെ തന്നെ തൈരും വളരെ എഫക്റ്റീവാണ്. തൈരാകുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ബ്ലീച്ചിങ്ങിൻ്റെ ഗുണം ഒന്നുകൂടെ കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു പായ്ക്ക് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യുക. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്താൽ മതി. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടി ഫേസിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫേസിലേക്ക് അപ്ലൈ ചെയ്തു കേട്ടോ. ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ അത് കഴിഞ്ഞ് ദൈവമേ ക്യാമറ ഓണല്ലോ എന്ന്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഓണാക്കിയിട്ട് ബാക്കി കൂടെ അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ അത് വേറൊന്നുമല്ല, നല്ല തിക്ക് ലെയറായിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഏകദേശം ഒരു 10 മിനിറ്റ് നേരം നമ്മളിത് ഫേസിൽ
വെച്ചിരിക്കുക. അപ്പോൾ അത് ഒരുന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് ഒരു ഏകദേശം ടൈം പറയുന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ ഫേസിൽ ഇത് ഒരുപാട് ഡ്രൈ ആയി പോകരുത്. അതിന് മുമ്പ് നമ്മളിത് വാഷ് ചെയ്യണം. വാഷ് ചെയ്യാനായിട്ട് നമുക്ക് ഇളം ചൂടുവെള്ളം, അതായത് നമ്മളെ ചൂടും അല്ല തണുപ്പും അല്ലാത്തൊരു സ്റ്റേജ് ഉണ്ടല്ലോ വെള്ളത്തിൽ, ആ ഒരു വെള്ളമാണ് ഏറ്റവും നല്ലത്. അതില്ല എങ്കിൽ നമുക്ക് തണുത്ത വെള്ളത്തിലാണെങ്കിലും വാഷ് ചെയ്യാം. അപ്പോൾ ഇളം ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ചൂടുള്ള വെള്ളമല്ല ഉദ്ദേശിച്ചത്, നമ്മൾ തണുപ്പങ്ങ് മാറി വരുന്ന ആ ഒരു സ്റ്റേജിലുള്ള വെള്ളമാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം, എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ രീതിയിൽ ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ അത് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വരെ അല്പം വെള്ളം ഡാബ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം പതിയെ ഒന്ന് മസാജിങ് കൊടുക്കാം. മസാജിങ് കൊടുത്തതിന് ശേഷം ഒരുപാടൊന്നും മസാജ് ചെയ്യണ്ട കേട്ടോ, ചെറിയൊരു മസാജിങ് കൊടുത്താൽ മതി. അതിന് ശേഷം വാഷ് ചെയ്ത് കളയുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് വേഗം ഒന്ന് വാഷ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് സ്കിൻ ഗ്ലോ ആയിട്ടുണ്ട്, സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യ ദിവസം തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണ് ഇന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുന്നതിന് മുമ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അലർജി എന്തെങ്കിലും ഉണ്ടായെങ്കിൽ യൂസ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാനായിട്ടാണ്, വേറൊന്നുമല്ല. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു കുട്ടി നിന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി കാല് വിണ്ട് കീറുവാണ്, അപ്പോൾ കാല് വിണ്ട് കീറുന്നതിന് ഒരു റെമഡി പറഞ്ഞു തരാമെന്ന്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ഓയിൻമെൻറ്റും അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമും പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാടൊക്കെ വിണ്ട് കീറി ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് താമസം എടുക്കും, 1 മാസമൊക്കെ എടുക്കും നമ്മളതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബാക്കിയുള്ള റെമഡീസ് ഒക്കെ യൂസ് ചെയ്തതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ ബെൽ ഐ ബട്ടണായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. അപ്പോൾ ആ ഫോളോ ചെയ്യുമ്പോൾ പിന്നെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ബാൻഡേഡ് വെച്ച് കെട്ടിത്തരാം. ഞാൻ ബാൻഡേഡ് വെച്ചൊന്നും കെട്ടിയിട്ടില്ല. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാലിടുന്ന സോക്സ് ഇല്ലേ, സോക്സ് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മളിത് അപ്ലൈ ചെയ്യും, കയ്യിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ ആ വീഡിയോയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഞാൻ കയ്യിൽ മൈലാഞ്ചി ഇട്ടതിൻ്റെ ഒരു എന്നാ പറയുക അപാരതയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. മൈലാഞ്ചി ഇട്ട് കുളമായി പോയതാണ്. അപ്പോൾ കൈതാ നമ്മൾ ഈ അത് അപ്ലൈ ചെയ്തതിന് ശേഷം കൈതാ ഈ ഒരു സോക്സിനകത്തേക്ക് കയറ്റി വയ്ക്കുക, എന്നിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. അപ്പം മോർണിംഗ് നമ്മൾ സാധാരണ പോലെ ഇതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. പിന്നീട് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ രാവിലെ ഇത് അപ്ലൈ ചെയ്യാവുള്ളൂ. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോവും. പിന്നെ മോയ്സ്ചറൈസിങ്, അതായത് നമ്മൾ ഈ കാലൊക്കെ വിണ്ട് കീറുന്നതിന് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഡ്രൈ ആവുന്നത് മാറുന്നതിനായിട്ടാണ് ആ ഒരു മോയ്സ്ചറൈസിങ് ക്രീം പറഞ്ഞിട്ടുള്ളത്. അത് വളരെയേറെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ്, അത് തന്നെ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു ഓയിൻമെൻറ്റ് അതുപോലെ തന്നെ യൂസ് ചെയ്യണം. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ട, 1 മാസത്തിനുള്ളിൽ നല്ല വ്യത്യാസം ഉണ്ടാവും, നല്ലൊരു വ്യത്യാസം ഉണ്ടാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇപ്പം എൻ്റെ ഈ കൈയൊക്കെ ഈ പാത്രം തേക്കണ ലോഷനൊക്കെ എനിക്ക് അലർജിയാണ്. അപ്പം അങ്ങനെ എൻ്റെ കൈ എപ്പോഴും തന്നെ വിണ്ട് കീറാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പം ഈ ഒരു കാര്യം ചെയ്ത പിന്നെ എനിക്കത് ഒരുപാട് കുറഞ്ഞു. ഇപ്പം ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പം അങ്ങനെ കൈവിരൽ അല്ലെങ്കിൽ ഈ വിരലൊക്കെ ഇങ്ങനെ എപ്പോഴും അങ്ങനെ വിണ്ട് കീറി എപ്പോഴും മെയിനായിട്ടായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി കിട്ടിയ ഒരു റെമഡിയാണ്, എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.